السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد على آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. ഖുർആൻ പഠനത്തിന് എളുപ്പ വഴിയുടെ 89ാമത്തെ യൂണിറ്റിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മയും നമ്മുടെ ഗുരുവര്യന്മാരെയും സഹപാഠികളെയും മാതാപിതാക്കളെയും എല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക മുഖേന നമ്മുടെ മാതാപിതാക്കൾക്ക് അണിയിച്ചു കൊടുക്കും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സൂര്യനേക്കാൾ പ്രഭാപൂരിതമായ കിരീടം നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു അണിയിച്ചു കൊടുക്കുമാറാകട്ടെ. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഈ ഖുർആൻ പഠനം മുഖേന അള്ളാഹു നമ്മെ മുക്തമാക്കുമാറാകട്ടെ. ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും, ശാരീരിക രോഗങ്ങളും മാനസിക രോഗങ്ങളും സാംസ്കാരിക രോഗങ്ങളും ധാർമ്മിക രോഗങ്ങളും, എല്ലാ രോഗങ്ങളിൽ നിന്നും ലോകത്തെ മുക്തമാക്കി ഒരു ശാന്തമായ സുന്ദരമായ ശാന്തസുന്ദര മനോഹര ലോകമാക്കി നമ്മുടെ ലോകത്തെ അള്ളാഹു മാറ്റട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വ്യാകരണത്തിന്റെ ഭാഗം ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് മനസ്സിലാകാതെ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകണം, ഓർമ്മിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചു വെക്കേണ്ടത് ക്രിയകളുടെ അന്ത്യത്തിൽ സുക്കൂൻ വരുത്തുന്ന അല്ലെങ്കിൽ ക്രിയാന്ത്യത്തിൽ സുക്കൂൻ വരുത്തുന്ന പദങ്ങൾ ഏകദേശം 4 എണ്ണമാണ്. ആ 4 എണ്ണം ഇൻ ലം ലമ്മ ലാമുൽ അംറ് ല അന്നാഹിയ എന്നാണ്. ഇൻ ലം ലമ്മ ലാമുൽ അംറ് ല അന്നാഹിയ ലന്നാഹിയ ലന്നാഹിയ എന്നാണ് പറയുന്നത്. ഇതിൽ ഓർമ്മിച്ച് വെക്കേണ്ടത് ഇന്നും ലമ്മുമാണ്. ലന്നാഹിയയും ലാമുൽ അംറും നാം ക്രിയകളുടെ രൂപങ്ങൾ മനഃപ്പാടമാക്കുന്നതോടുകൂടി ഏകദേശം ഓർമ്മിച്ച് വെക്കും. ഏകദേശം ലാമുൽ അംറ് നാം ക്രിയകളുടെ രൂപങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്നില്ല, പക്ഷേ ഏകദേശം അതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. അവസാനത്തിൽ സുക്കൂനായിട്ടാണ് വരുന്നത്. കൽപ്പന രൂപം, വിരോധക്രിയ രൂപം എല്ലാം ലാമുൽ അംറ് എന്ന് പറയുമ്പോൾ കൽപ്പന രൂപമാണല്ലോ. കൽപ്പന രൂപവും വിരോധക്രിയ രൂപവും അവസാനത്തിൽ സുക്കൂൻ ചെയ്താണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അത് പഠിച്ചിരിക്കണം എന്നില്ല. ലമ്മ 156 പ്രാവശ്യമാണ് വന്നിരിക്കുന്നത്. പക്ഷെ അതും പലപ്പോഴും സുക്കൂൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ സുക്കൂൻ കാണുന്ന രൂപത്തിലല്ല വന്നിരിക്കുന്നത്. കുറച്ച് സ്ഥലങ്ങളിൽ കുറച്ച് സുക്കൂൻ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതും മാറ്റി നിർത്തിയാൽ പിന്നീട് ഇൻ ലം ഇവയാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഇന്നും ലമ്മും ഇന്നും ലമ്മും ഓർമ്മിച്ച് വെക്കുക. ഈ 2 പദങ്ങളും ക്രിയകളുടെ അന്ത്യത്തിൽ സുക്കൂൻ വരുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ തൊട്ടുടനെ തന്നെ ക്രിയകൾ വരും എന്നതാണ്.
ഇതിന്റെ തൊട്ടുടനെ ക്രിയ വരും. ആ ക്രിയയ്ക്കാണ് സുക്കൂൻ വരുന്നത്. പിന്നെ ആ ക്രിയയോട് ബന്ധപ്പെടുത്തി മറ്റൊരു ക്രിയ വരാം. അങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ക്രിയയ്ക്ക് എന്ത് നിയമമാണ് വന്നിരുന്നത്, അതേ നിയമം വരും. അപ്പൊ ഇന്നിന് ശേഷം ഒരു ക്രിയ വരും, അല്ലെങ്കിൽ ഇന്നിനും ലമ്മിനും ശേഷം ഒരു ക്രിയ വരും. ആ ക്രിയയുടെ അന്ത്യത്തിൽ സുക്കൂൻ ഉണ്ടാകും. ആ ക്രിയയോട് അനുബന്ധമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു ക്രിയ വരാം. അവിടെ ആവർത്തിക്കാതെ, ഇന്നും ലമ്മും ആവർത്തിക്കാതെ സുക്കൂൻ വരും. ഇതിനോടനുബന്ധമായി വരും. ഇതാണ് ഇന്നും ലമ്മും സംബന്ധിച്ച് ഇന്നും ലമ്മും സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ജലീലിന് സ്ക്രീൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ സ്ക്രീൻ വ്യൂ നോക്കുമ്പോൾ ഓഡിയൻസ് വ്യൂവിൽ സ്ക്രീൻ കാണിക്കുന്നുണ്ട്. ഇൻ ലം ലമ്മ ലാമൽ അമ്ര ലാൻ നാഹിയാണ് കാണിക്കുന്നത്. നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച ഫോണല്ല ഉപയോഗിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അതിന്റെ സെറ്റപ്പിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ 2 സ്ക്രീനായിട്ട് കാണുന്ന സെറ്റപ്പ് ഉണ്ടാകും ചില ഫോണുകളിൽ. അങ്ങനെ വരുമ്പോൾ ക്ലാസ് എടുക്കുന്ന ആളിനെ ഒരു സ്ക്രീനിലും അത് ഒന്ന് സ്ക്രോൾ ചെയ്താൽ രണ്ടാമത്തെ സ്ക്രീനിൽ പ്രസന്റേഷൻ സ്ക്രീനുമാണ് വരുന്നത്. അങ്ങനെയും വരാം. ഓക്കെ, ഇപ്പൊ കിട്ടി. പെട്ടെന്ന് ചാടിക്കയറി കിട്ടുന്നില്ല എന്ന് പറഞ്ഞാലായിരുന്നു കേട്ടോ. എനിവേ, പറഞ്ഞത് നല്ലത് തന്നെയാണ്. നമ്മളിവിടെ നോക്കുന്നുണ്ട്. കൺട്രോൾ പാനൽ എനിക്ക് കാണിക്കും സ്ക്രീൻ വ്യൂ, ഓഡിയൻസ് വ്യൂ കാണിക്കും. അപ്പോൾ ഓഡിയൻസ് വ്യൂവിൽ കാണിക്കുന്നില്ല എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത് ഇന്നും ലമ്മുമാണ്. ഇന്നും ലമ്മുമാണ് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏത് ക്രിയയ്ക്കാണ് സുക്കൂൻ വരുത്തുന്നത്? ഏത് ക്രിയയ്ക്കാണ് സുക്കൂൻ വരുത്തുന്നത്? അപൂർണ ക്രിയകൾക്ക്. അതുകൊണ്ടാണ് ഇൻഷാ അള്ളാഹ് എഴുതി ഇൻഷാ അള്ളാഹിൽ ഇൻഷാ എന്നൊരു ഫത്തഹ വന്നത്. എന്താണ് ഷാ? പൂർണ്ണക്രിയയാണ്. ഷാ പൂർണ്ണക്രിയയാണ്. അപ്പോ ഇൻ ലമ്മ് ഇവയ്ക്ക് ശേഷം അപൂർണക്രിയ വരണം. അതായത് പൂർണ്ണക്രിയയുടെ അവസാനം വാക്യത്തിന്റെ ഘടന അനുസരിച്ച് മാറുന്നതല്ല. ജാ എപ്പോഴും ജാ തന്നെ ആയിരിക്കും. ജാ ഊ വന്നു കഴിഞ്ഞാൽ ജാ ഊ വരും. പക്ഷെ അത് വാക്യത്തിന്റെ ഘടന അനുസരിച്ച് മാറിയതല്ല. വാക്യത്തിലെ ഒരു പദം തൊട്ട് മുമ്പ് വന്നു അല്ലെങ്കിൽ ശേഷം വന്നു, ആ കാരണത്താൽ മാറി വരുന്നതല്ല. വാക്യഘടനയിൽ അല്ലെങ്കിൽ വാക്യത്തിൽ അതിന്റെ സ്ഥാനം അനുസരിച്ച് അപൂർണക്രിയയുടെ അന്ത്യത്തിൽ മാറ്റമുണ്ടാവുകയില്ല. അപൂർണക്രിയകൾ അന്ത്യം ഉറച്ചതാണ് എന്നാണ് പറയുന്നത്. അതായത് പൂർണ്ണക്രിയകൾ അന്ത്യം ഉറച്ചവയാണ്. പൂർണ്ണക്രിയ ഒരു വാക്യത്തിൽ വന്ന സ്ഥാനം അനുസരിച്ച് അതിന്റെ അന്ത്യത്തിൽ മാറ്റം ഉണ്ടാവില്ല. അതിന്റെ അർത്ഥത്തിന് വേണ്ടി അത് മാറ്റുന്നതാണ്. അതേസമയം യശാ ഉ എന്നത് യശ എന്നായി. യശ എന്നാകുമ്പോ അവസാനം സുക്കൂൻ വരിക മാത്രമല്ല ചെയ്തത്, യശാ ഉ എന്നെടുത്ത് ദീർഘം അങ്ങ് പോയി. അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് 2 സുക്കൂൻ ഒരുമിച്ച് വരികയല്ലേ അവിടെ. യശാ ഉ എന്ന് വരുമ്പോൾ ഷായ നീട്ടാൻ വേണ്ടിയുള്ള അലിഫിന് സുക്കൂൻ പ്രിന്റ് ചെയ്താലും ഇല്ലെങ്കിലും അവിടെ സുക്കൂനുണ്ട്. ഫത്തഹ കസറ അമ്മോ ഇല്ലെങ്കിൽ എന്താ? സുക്കൂനാണ്. അപ്പൊ ദീർഘം എന്ന് പറയുന്നത് സുക്കൂനുള്ള അക്ഷരമാണ്. പക്ഷേ അതിൽ സുക്കൂൻ പ്രിന്റ് ചെയ്യുകയില്ല, എഴുതുകയില്ല. അങ്ങനെ എഴുതാത്ത സുക്കൂനുള്ള അക്ഷരങ്ങൾക്ക് പറയുന്ന പേര് സുക്കൂൻ മയ്യിത്ത് എന്ന് പറയും. ഇപ്പൊ കാലയുള്ള അലിഫ് സാക്കിനാണ്, അല്ലെങ്കിൽ സുക്കൂനുള്ളതാണ്. അപ്പോൾ സുക്കൂൻ അവിടെ ഹയ്യല്ല, ജീവിച്ചിരിക്കുന്ന ആക്റ്റീവ് സുക്കൂനല്ല. ആക്റ്റീവ് സുക്കൂൻ ആണെങ്കിൽ സുക്കൂൻ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എഴുതാം. അതേസമയം എന്താണ്? സുക്കൂൻ പാസീവ് ആണ്. അവിടെ ആ സുക്കൂൻ അവിടെ എഴുതുകയില്ല. ഫത്തഹ കസറ അന്നില്ലെങ്കിൽ അതെല്ലാം സുക്കൂനാണ്. അപ്പൊ ഷാ യശാ ഉ എന്ന് പറയുന്നിടത്ത് ഷാ എഴുതിട്ട് അലിഫിന് സുക്കൂനാണ്. പിന്നീട് യശാ ഉ എന്നതിനടുത്ത് ഇൻ വന്നത് കൊണ്ട് എന്താകണം? യശാ ഉവിന്റെ ഹംസിന് സുക്കൂൻ കൊടുക്കണം. അപ്പൊ 2 സുക്കൂൻ ഒരുമിച്ച് വന്നതുകൊണ്ട് ആ ദീർഘം അങ്ങ് കളയും. അതുകൊണ്ടാണ് യശ എന്ന് വന്നത്. യശ എന്ന് വന്നത്.
ഓക്കെ. ഈ യുദ്ഹിബുക്കും, അവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നില്ല, പറഞ്ഞു തരാൻ ഞാൻ മനഃപൂർവ്വം പറയായിരുന്നു, കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പറയാൻ പാടില്ല. ഇൻ എന്നത് രണ്ട് ക്രിയകളെ സുക്കൂൻ കൊടുക്കുന്ന ഒരു ഒരു എന്താണ് ഒരു പാർട്ടിക്കിളാണ്, ഒരു പദമാണ്. ഇൻ വന്നു കഴിഞ്ഞാൽ അത് പലപ്പോഴും രണ്ട് ക്രിയകൾക്ക് സുക്കൂൻ കൊടുക്കും. അപ്പോ ഇൻ യശ, അവൻ ഉദ്ദേശിച്ചാൽ, യുദ്ഹിബുക്കും, അദ്ഹബ പോക്കി കളഞ്ഞു, ദഹബ പോയി, അദ്ഹബ പോക്കി, കേട്ടോ. അദ്ഹബയുടെ അപൂർണ ക്രിയയാണ് യുദ്ഹിബ്. യുദ്ഹിബുക്കും, ഇൻ യശ, അവൻ ഉദ്ദേശിച്ചാൽ, യുദ്ഹിബുക്കും, അവൻ നിങ്ങളെ പോക്കി കളയും, നിങ്ങളെ ഇവിടെ നിന്നും നിഷ്കാസനം ചെയ്യും. വയഅതി ബിഖൽഖിൻ ജദീദ്, പിന്നീട് അവൻ യഅതി കൊണ്ടുവരികയും ചെയ്യും, ബിഖൽഖിൻ ജദീദ്, പുതിയ ഒരു സൃഷ്ടികളെ, പുതിയ സൃഷ്ടിയെ. അപ്പോ ഈ യശ അവൻ ഉദ്ദേശിച്ചാൽ, യുസ്ഹിബ് അവൻ പോക്കിക്കളയും. അപ്പൊ രണ്ട് ക്രിയയ്ക്ക് അതെന്ത് ചെയ്തു? സുക്കൂൻ കൊടുത്തു. അപ്പോ ഇന്നെന്താണ്? രണ്ട് ക്രിയയ്ക്ക് സുക്കൂൻ കൊടുക്കുന്ന ഒരു പദമാണ്. രണ്ട് ഉദാഹരണം, രണ്ട്. ഈ യശ യർഹംകും, അവിടെ അതേപോലെ തന്നെ. ഈ യശ അവൻ ഉദ്ദേശിച്ചാൽ, യർഹംകും, നിങ്ങൾക്ക് അവൻ കരുണ ചെയ്യും. ഔ ഈ യശ, അല്ലെങ്കിൽ ഈ യശ അവൻ ഉദ്ദേശിച്ചെങ്കിൽ, യുഅദ്ദിബുക്കും, അവൻ നിങ്ങളെ ശിക്ഷിക്കും. അപ്പൊ എന്തായി? രണ്ട് സ്ഥലത്തും ഇൻ വന്നിടത്തൊക്കെ രണ്ട് ക്രിയയ്ക്ക് സുക്കൂൻ കൊടുത്തിട്ടുണ്ട്, രണ്ട് അപൂർണ ക്രിയകൾക്ക് സുക്കൂൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻ സുക്കൂൻ കൊടുക്കുന്ന, അപൂർണ ക്രിയയ്ക്ക് സുക്കൂൻ കൊടുക്കുന്ന പദമാണ്. പലപ്പോഴും അത് രണ്ട് ക്രിയകൾക്കും, രണ്ട് അപൂർണ ക്രിയകൾക്ക് സുക്കൂൻ കൊടുക്കും. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇൻ വരുമ്പോൾ കണ്ടീഷണൽ ആയിരിക്കും. അത് ഇൻ വരുമ്പോൾ കണ്ടീഷണൽ ആയിരിക്കും. ഇത് ചില കാര്യങ്ങളൊക്കെ ബോണസ് ആണ് കേട്ടോ. അതായത് നമ്മൾ എന്തായിരുന്നാലും ഡിപ്ലോമ പഠിക്കുന്നു. അപ്പോ നമ്മൾ പരീക്ഷയ്ക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണ്? ഇൻ വന്നാൽ അത് സുക്കൂൻ ചെയ്യും, ക്രിയ, അപൂർണ ക്രിയയ്ക്ക് സുക്കൂൻ ചെയ്യും, ഏത് മാത്രമേ ചോദിക്കുള്ളൂ. ബാക്കി രണ്ട് ക്രിയകൾക്ക് സുക്കൂൻ ചെയ്യും എന്ന് പറഞ്ഞതും, അത് കണ്ടീഷണൽ ഇൻ ആയിരിക്കും എന്ന് പറഞ്ഞതൊക്കെ ഇത് ബോണസ് ആണ്, നിങ്ങളുടെ മാസ്റ്റർ ലെവലിൽ പഠിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആശയം മനസ്സിലാകണമെങ്കിൽ ഇതുകൂടി മനസ്സിലാക്കിയാൽ ആശയം കൃത്യമായി മനസ്സിലാവും. ഇപ്പൊ ഇൻ എന്താണ്? ഇൻ ഇവിടെ കണ്ടീഷൻ, ഒരു ഉപാധിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ യശ അവൻ ഉദ്ദേശിച്ചെങ്കിൽ, അപ്പൊ എന്താണ്? ഉപാധിയാണ്. യുദ്ഹിബുക്കും, അവൻ ഉദ്ദേശിച്ചാൽ എന്ത്, അവൻ അങ്ങനെ ഒരു ഉദ്ദേശം നടന്നാൽ അല്ലെങ്കിൽ ഉദ്ദേശിച്ചാൽ എന്ത് സംഭവിക്കും? യുദ്ഹിബുക്കും, നിങ്ങളെ പൊക്കിക്കളയും. രണ്ടാമത്തെ എന്താണ്? ഈ യശ യർഹമുക്കും, അവൻ ഉദ്ദേശിച്ചെങ്കിൽ, അപ്പോ അതും കണ്ടീഷനാണ്. അവൻ ഉദ്ദേശിച്ചാൽ യർഹംകും, നിങ്ങൾക്ക് അവൻ കരുണ ചെയ്യും. അപ്പൊ നിങ്ങൾ ആയത്ത് ഹൃദ്യസ്ഥമാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ആയത്ത് ഹൃദ്യസ്ഥമാക്കുമ്പോൾ ഇൻ വരുന്നിടത്ത് രണ്ട് അപൂർണ ക്രിയകൾക്ക് സുക്കൂൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എന്താണ്? ഈ യശർ യർഹമുക്കും എന്ന് മീമിന് സുക്കൂൻ കൊടുത്ത് ചിലപ്പോൾ വായിച്ചു കളയുന്ന ആൾക്കാർ. കാരണം എന്താ? റഹിമ യർഹമു, മീമിന് സുക്കൂനല്ലേ വരേണ്ടത്? അങ്ങനെയൊക്കെ വിചാരിച്ചു നമ്മൾ പഠിക്കും തോറും ചിലപ്പോൾ തെറ്റും. കാരണം എന്താ? നമ്മൾ പഠിച്ചത് വെച്ചുകൊണ്ട് ആശയം വെച്ചു. അപ്പൊ യർഹമു, റഹിമ യർഹമു, അപ്പൊ മീമിന് സുക്കൂനാണ് വരേണ്ടത്. യർഹമുക്കും, ഇന്ന് വന്നാല് സുക്കൂൻ വരുമെന്ന് പഠിച്ചു. യശ അവിടെ സുക്കൂൻ കിടപ്പുണ്ട്. ഇനി യർഹംകും എന്നുള്ളിടത്ത് മീമിന് ലമ്മ് പറഞ്ഞു കളയരുത്. കാരണം ഈ കണ്ടീഷണൽ ഇൻ വന്നതുകൊണ്ട് രണ്ടാമത്തെ ക്രിയയ്ക്കും അത് സുക്കൂൻ ചെയ്യും എന്നതുകൊണ്ടാണ്. ഔ ഈ യശ, അല്ലെങ്കിൽ അത് മറ്റൊരു ഇൻ വീണ്ടും വന്നു. യശ അവൻ ഉദ്ദേശിച്ചെങ്കിൽ, യുഅദ്ദിബുക്കും, നിങ്ങളെ അവൻ ശിക്ഷിക്കും. അതാണ് ഇന്നിന്റെ രണ്ട് ഉദാഹരണങ്ങൾ. ലമ്മിന്റെ രണ്ട് ഉദാഹരണം. സവാഉൻ അലൈഹിം അഅൻസർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ. സവാഉൻ അലൈഹിം, അവരുടെ മേൽ സമമാണ്. അഅൻസർതഹും, അൻസറ മുന്നറിയിപ്പ് നൽകി. അഅൻസർതഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതും, എന്ന് പറഞ്ഞാൽ ആണോ ഉണ്ടോ എന്നാണ്. നീ മുന്നറിയിപ്പ് നൽകുന്നതും, അം അതല്ല, ലം തുൻസിർഹും, നീ അവർക്ക് മുന്നറിയിപ്പ് നൽകാതിരിക്കുന്നതും. ഇപ്പൊ എന്താ? ലം വന്നതുകൊണ്ട്
തുന്തിർ ഹും തുന്തിർ. അപ്പൊ തുന്തിർ എന്നായി, റാന് സുക്കുൻ വന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ ചിലപ്പോൾ കാണാൻ പഠിക്കുമ്പോൾ അൻദറ യുൻസിറു തുൻസിറു തുൻസിറൂന എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ റാന് ലമ്മ് വരാൻ സാധ്യതയുണ്ട്. അവിടെയും ലം വന്നത് കൊണ്ട് റാന് സുക്കൂനാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കി നിർദ്ദിഷ്ടമാക്കണം. ലാ യുഅ്മിനൂൻ. നാലാമത്തെ ഉദാഹരണം ലം യലിദ് വലം യൂലദ്. ചില ആൾക്കാർ ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് കാണാൻ പഠിച്ചിട്ട് ചെയ്യും ലം യലിദ് വലം യൂലദ്. അപ്പം യലിദു എന്നുള്ളത് വലുത് യലിദു ദാലിന് സുക്കൂനാക്കി പറഞ്ഞളയും, ദാലിന് സുക്കൂനാക്കി പറഞ്ഞളയും ചിലര്. അതേപോലെ ലം യലിദ് വലം യൂലദ്, ലം യലിദ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പല സ്ഥലത്തും സൂറത്തുൽ ഇഖ്ലാസിൽ പലരും തെറ്റിച്ച് ഓതാറുണ്ട്. കാരണം ചെറുപ്പകാലത്ത് എന്ത് പഠിച്ചു വെച്ചോ അതായിരിക്കും അവർ വീണ്ടും മുതിർന്നവരാകുമ്പോഴും പറയുന്നത്. അപ്പോ നമ്മൾ ലം പഠിച്ചു കഴിഞ്ഞു, ഇനി അതനുസരിച്ച് നിർദ്ദിഷ്ടമാക്കണം. ലം വന്നുകൊണ്ട് യലിദു എന്ന വാക്ക് വലദ യലിദു എന്നാണ് വരേണ്ടത്. വലദ ജന്മം നൽകി, യലിദു ജന്മം നൽകും. ലം യലിദ്, ലം വന്നാൽ അവസാനത്തിന് സുക്കൂൻ കൊടുക്കണം. വലം യൂലദ്, ലം യലിദ് വലം യൂലദ്. ലം യലിദിന്റെ ചില ആൾക്കാർ ലം യലിദിൽ നിർത്തിക്കളയും, ആയത്ത് തീർന്നാണെന്ന് വിചാരിച്ച്. അങ്ങനെ ആയത്ത് തീരുന്നില്ല. ലം യലിദ് സുക്കൂനാണ്, പക്ഷെ വലം യൂലദ് കഴിഞ്ഞിട്ട് മാത്രമേ ആയത്ത് തീരുന്നുള്ളൂ. ലം യലിദ് വലം യൂലദ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പോ അപ്പൊ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ യശാഉ എന്ന് പറഞ്ഞതുപോലെ ലം യകൂനു അല്ലെ, കാന യകൂനു എന്നല്ലേ വരേണ്ടത്, യകൂനു എന്നാണ് വരേണ്ടത്. നിങ്ങളുടെ പ്രൊജക്ട് വർക്ക് ബുക്കിൽ അത് കൊടുത്തിട്ടുണ്ട്. ലം യകുൻ എന്നിടത്ത് ലം യകൂനു എന്നാണ് വരേണ്ടത്. അപ്പോൾ ലം യകുൻ എന്ന് വന്നിരിക്കുന്ന സ്ഥലങ്ങൾ എടുത്ത് പ്രൊജക്റ്റിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. ലം യകുൻ ലഹു, അപ്പോ യകൂനു എന്നിടത്ത് എന്താണ്, അവിടെ സുക്കൂൻ, വാവിന് സുക്കൂനാണ്. അഥവാ വാവിന് ഫത്തഹ് ലമ്മില്ല. യകൂനു എന്നിടത്ത് ലം വരുമ്പോൾ നൂനും എന്ത് ചെയ്യണം, സുക്കൂൻ ചെയ്യണം. രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്നത് കൊണ്ട് വാവിനെ തന്നെ ഒഴിവാക്കുകയാണ്. ലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പൊ അവിടെ എല്ലാം ലം വരുന്നപ്പോ സുക്കൂൻ വന്നതാണ് കാരണം. ക്ലാസ്സിൽ വൈകി വന്ന ആരൊക്കെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം മുതൽ ക്ലാസ്സിൽ കൃത്യസമയത്ത് എത്തണം കേട്ടോ. ലോഗിൻ ചെയ്യണം. നമ്മൾ റിമൈൻഡർ അയക്കാൻ വേണ്ടി കാത്തിരിക്കരുത്. ഓക്കെ, കാരണം അങ്ങനെ മിസ്സായി പോകും. നമുക്ക് വീണ്ടും വീഡിയോ കേട്ടാൽ മതി എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും. വീഡിയോ കേട്ടാൽ എത്രത്തോളം ആക്റ്റീവായി ക്ലാസ് ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൃത്യസമയം പാലിക്കുക. നമ്മൾ 7:20 വെച്ചേക്കുന്നത്. 7:20 വെച്ചിരുന്നത് അന്ന് മുതൽ ഇന്ന് വരെ 7 വരെ തന്നെ ഇരിക്കുകയാണ്. മഗ്‌രിബ് കഴിഞ്ഞിട്ട് കുറെ സമയം ഉണ്ട്. അപ്പോ കൃത്യസമയത്ത് എത്തിയാലേ നിങ്ങൾക്കത് മിസ്സാവാതെ ലഭിക്കുകയുള്ളൂ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതേപോലെ ഇന്ന് ഉദാഹരണം പറഞ്ഞു, ലമ്മിന് ഉദാഹരണം, ലമ്മായ്ക്ക് ഉദാഹരണം വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ലമ്മ യദ്ഖുലുൽ ഈമാനു. അപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ലമ്മ യദ്ഖുലു എന്ന ലാമിന് ലമ്മ് വരേണ്ടത് ലമ്മ വന്നത് കൊണ്ട് ലാമിന് സുക്കൂൻ വന്നു. പിന്നീട് ലാമിന്റെ സുക്കൂനും അൽ ഈമാന്റെ ലാമിന്റെ സുക്കൂനും, ആ ലാമിന്റെ സുക്കൂനും ഈ ലാമിന്റെ സുക്കൂനും തമ്മിൽ ഒരുമിച്ച് വന്നത് കൊണ്ട് എന്ത് ചെയ്തു, ലം യദ്ഖുലി എന്നാക്കി. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി വെക്കാവുന്നതാണ്. ലമ്മ വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇല്ലം ലമ്മ വരുന്നത് കൊണ്ട് അപൂർണ ക്രിയയ്ക്കുണ്ടാകുന്ന സുക്കൂൻ, അപൂർണ ക്രിയയുടെ അന്ത്യത്തിനുണ്ടാകുന്ന സുക്കൂനിനെ മാറ്റി മറ്റൊരു ഹർക്കത്താകണമല്ലോ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്ന സന്ദർഭത്തിൽ. അങ്ങനെ മാറ്റി കൊടുക്കുന്ന ഹർക്കത്ത് ഏതായിരിക്കും? മാറ്റി കൊടുക്കുന്നത് കസ്റായിരിക്കും. നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ മിന എന്ന് പറഞ്ഞാൽ മിന്നിന് നൂന് സുക്കൂനാണ്. മിനശ് ശൈത്താനിൽ വരുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യുന്നു, മിന്നിന്റെ നൂന്റെ സുക്കൂനെ മാറ്റിയിട്ട് ഫതഹാക്കും.
അപ്പൊ മിനയിലെ നൂനിന്റെ സുക്കൂനിനെ മാറ്റി എന്താണ് ആക്കുന്നത്? ഫത്തഹാണ് ആക്കുന്നത്, മിൻ. അതേപോലെ മൻ ആണെങ്കിലോ ഒമൻ, ഒമൻകാന മിൻകും. അപ്പൊ മൻ ആണെങ്കിൽ അവിടെ നൂനിന് കെസ്റാണ് ആക്കുക. മൻ ഇഹ്തദ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി, മൻ ഇഹ്തദ. അപ്പൊ മന്നിനെ എന്ത് ചെയ്തു? കെസ്റ. അപ്പൊ മന്നിന്റെ സുക്കൂനിനെ മാറ്റി വേറെ ഒരു ഹർക്കത്ത് കൊടുക്കേണ്ട സന്ദർഭത്തിൽ, അഥവാ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്ന സന്ദർഭത്തിൽ മന്നിന്റെ നൂന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? മാറ്റിയിട്ട് കെസ്റാണ് കൊടുക്കേണ്ടത്. അത് മുസ്ഹഫിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ അറബി പഠിക്കുമ്പോൾ ഈ നിയമം അത് പഠിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് മന്നിന് കെസ്ർ വന്നു? രണ്ട് സുക്കൂൻ മാറ്റാൻ വേണ്ടി വന്നതാണ്. രണ്ട് സുക്കൂൻ വന്നതിനെ മാറ്റാൻ വേണ്ടിയാണ് മൻ വന്നത്. എന്നാലേ നമുക്ക് ഈ വാക്ക് മൻ ആണ് എന്ന് അറിയാൻ പറ്റുള്ളൂ. എന്ന് അറിഞ്ഞാലല്ലേ അതിന്റെ അർത്ഥം പറയാൻ പറ്റുള്ളൂ. മനി ഹിത്തദ എന്നുള്ള മനി എന്നൊരു വാക്കില്ല. അതേപോലെ മിൻ ആണെങ്കിൽ നൂനിന്റെ സുക്കൂൻ മാറ്റുന്നത് ഫത്തഹായിട്ടായിരിക്കും മാറ്റുക. അപൂർണക്രിയയുടെ അന്ത്യത്തിലുള്ള സുക്കൂൻ മാറ്റുമ്പോൾ പിന്നീട് കൊടുക്കുന്ന എന്താണ്? കെസ്റ എന്നുള്ളത്. ലമ്മ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും. അപ്പൊ ഇന്നും ലെമ്മായി വന്നു. ലെമ്മാക്ക് ഒരു ഉദാഹരണം കൂടെ ഉണ്ട്. ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്നത വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു. അം ഹസിബത്തും, നിങ്ങൾ വിചാരിച്ചിരിക്കുന്നു അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന്. വലമ്മാ യഅലമില്ലാഹു. അപ്പോ അവിടെയും എന്തായി? യഅലമു എന്നുള്ളിടത്ത് ലമ്മ വന്നത് കാരണം സുക്കൂനാക്കണം. ആ സുക്കൂനാക്കി. സുക്കൂനിനെ ശേഷം ഇപ്പുറത്ത് വന്നത് അള്ളാഹു എന്നതിന്റെ ഷെദ് വന്നത് കൊണ്ടാണ്. ഷെദ് വരുമ്പോഴത്തേക്ക് അതിന്റെ യഥാർത്ഥത്തിൽ എന്താണ്? ഷെദ് വരുമ്പോൾ അതിന്റെ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് സ്വരചിഹ്നമാണ് വരുന്നത്. തൊട്ട് മുമ്പ് വന്നു ലമ്മ യദ്ഖുലുൽ ഈമാനു. ولما يدخل الإيمان في أم حسبتم أن تدخلوا الجنة ولما يعلم الله. അപ്പൊ അള്ളാഹു എന്ന ലാമിന്റെ ആദ്യത്തെ ലാമിന് സുക്കൂനാണ്, ആദ്യത്തെ ലാമിന് സുക്കൂൻ, രണ്ടാമത്തെ ലാമിന് ഫത്തഹമാണ്. അതുകൊണ്ടാണ് രണ്ട് ലാമും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ലാമിന് ഷെദ് കൊടുക്കുന്നത്. അപ്പൊ ഷെദ് വന്നു എന്ന് പറഞ്ഞാൽ ആ ഷെദ് എന്നുള്ളതിൽ ഒരു അക്ഷരത്തിന് സുക്കൂനാണ് എന്നാണ്. അതുകൊണ്ടാണ് ലമ്മ യഅലമിന്റെ മീമിന്റെ സുക്കൂനിനെ മാറ്റിയിട്ട് കസ്ർ കൊടുത്തത്. അപൂർണക്രിയയുടെ മീമിന്റെ സുക്കൂൻ, അപൂർണക്രിയയുടെ അവസാനത്തെ സുക്കൂൻ മാറ്റിയാൽ കസ്റാണ് കൊടുക്കേണ്ടത്. ഓ വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമ സ്വാബിരീൻ. അതേപോലെ കൽപ്പനക്രിയ, അത് മറഞ്ഞ ആളോടുള്ള കൽപ്പനക്രിയ. ലാമുൽ അംർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഹിയ എന്ന് പറഞ്ഞാൽ ലാ തഫ്അൽ. നാഹിയ എന്ന് പറഞ്ഞാൽ ലാ തഫ്അൽ എന്നതിലുള്ള ലായാണ്. നീ പ്രവർത്തിക്കരുത് എന്ന് പറയുന്നതിലുള്ള ലായാണ്. അതേസമയം ലാമുൽ അംർ എന്ന് പറഞ്ഞാലോ, കൽപ്പനക്രിയയുടെ ലാമ് എന്ന് പറഞ്ഞാൽ അത് മറഞ്ഞ ആളോട് കൽപ്പിക്കുമ്പോഴാണ് അവിടെ ലാം വരുന്നത് കൽപ്പനക്രിയ. വൽ തക്കൂനു എന്നാണ് കേട്ടോ. തക്കൂനു എന്നാണ്, നീ ആകുന്നു. തക്കൂനു, നീ ആകുന്നു. അപ്പോ വൽ തക്കുൻ എന്ന് വന്നപ്പോഴെന്തായി? വൽ വന്നപ്പോ ഈ ലാമൽ അമ്ര വന്നപ്പോഴെന്തായി? ലാമൽ അമ്ര വന്നപ്പോൾ നൂന് സുക്കൂൻ കൊടുത്തു. പിന്നെ തക്കൂനുവിന്റെ വാവിനും അപ്പോൾ സുക്കൂനായി. അതുകൊണ്ട് രണ്ട് സുക്കൂൻ ഒരുമിച്ച് വന്നത് കൊണ്ട് വാവ് കളഞ്ഞിട്ട് എന്താക്കി? സുക്കൂന്റെ നൂനുള്ള സുക്കൂൻ മാത്രം നിലനിർത്തി. അപ്പൊ ഈ ലാമൽ അമ്ര എന്ന് പറഞ്ഞല്ലോ നമ്മൾ. ലാമുൽ അമ്ര വരുന്നിടത്ത് വാവോ ഫാओ ചേർന്ന് വന്നിട്ടുണ്ടാകും. വാവ് അല്ലെങ്കിൽ ഫാ ചേർന്ന് വന്നിട്ടുണ്ടാവും 99% ഖുർആനില്. 99% വാവ് അല്ലെങ്കിൽ ഫാ ചേർന്ന് വന്നിട്ടുണ്ടാവും.
ഏതോ ചില സന്ദർഭത്തിൽ അങ്ങനെ ചേരാതെ വന്നിട്ടുണ്ട്. വൽതക്കും മിൻകും ഉമ്മത്തുൻ. അപ്പൊ വൽതക്കുൻ തക്കൂനു ആകുന്നു, വൽതക്കുൻ ആകട്ടെ, മിൻകും നിങ്ങളിൽ നിന്നും, ഉമ്മത്തുൻ മിൻകും എന്ന് പറഞ്ഞാൽ ഇവിടെ മിൻ എന്നത് നിങ്ങളിൽ നിന്നും എന്നല്ല, നിങ്ങൾ തന്നെ ആകട്ടെ എന്നാണ്. ഉമ്മത്തുൻ നിങ്ങളൊരു ഉമ്മത്തായി മാറണം എന്നതാണ് അവിടെ ആശയം കേട്ടോ. വൽതക്കും മിൻകും ഉമ്മത്തുൻ അത് പ്രബോധകന്മാർ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ ഈ ഭാഗം പ്രാക്ടീസ് പേജിൽ തന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ തന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വൽതക്കും മിൻകും ഉമ്മത്തുൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സമുദായമായി മാറണം, നിങ്ങളൊരു സമുദായമായി മാറട്ടെ. വൽതക്കും മിൻകും ഉമ്മത്തുൻ എങ്ങനെയുള്ള സമുദായമായി മാറണം? യദ്ഊന ഇല ഖൈർ നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായ, യഅ്മുറൂന ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കുന്നവരായ, വയൻഹൗന അനിൽ മുൻകർ തിന്മ വിരോധിക്കുന്നവരുമായ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ മിൻകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വിഭാഗം ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു. അപ്പൊ ഇവിടെ വൽതക്കുനിൽ വാ ചേർന്ന് വന്നു, കൽപ്പനയുടെ ലാമിനോടൊപ്പം. ഫൽയസുംഹുമിൽ എന്ത് വന്നു? അവിടെ ഫാ ചേർന്ന് വന്നു. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ, അപ്പോൾ ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ആ മാസം സന്നിഹിതനായാൽ, ഷാഹിദായാൽ, സാക്ഷിയായാൽ, ഫൽയസുംഹു അവൻ അതിൽ നോമ്പ് നോറ്റുകൊള്ളട്ടെ. എങ്ങനെയാണ്? വൽതക്കുൻ മിൻകും ഉമ്മത്തുൻ നിങ്ങൾ ഒരു സമൂഹമായി മാറട്ടെ. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസുംഹു നിങ്ങൾ ആരെങ്കിലും ഈ മാസത്തിൽ സന്നിഹിതനായാൽ അവൻ അതിൽ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത് സിമ്പിൾ കേസസ് ആണ്. ഇനി വരാൻ പോകുന്ന ഗ്രാമർ എല്ലാം ലളിതമായ ചെറിയ സംഗതികളാണ്. മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓൺ ചെയ്ത് വേണമെങ്കിൽ സംസാരിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ കമന്റ് കണ്ടാൽ ആൻസർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സൂറത്ത് അബസിന്റെ 4-ാം ഭാഗം 29 മുതൽ 36 വരെയുള്ള സൂക്തങ്ങൾ. ഇവിടെ ആയത്ത് തീരുന്നിടത്ത് വസൈത്തൂനൻ വനഖ്ല 2 ഹർക്കത്ത് ദീർഘിപ്പിക്കുക. ഹദായിഖ 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിക്കുക. ദീർഘത്തിന് ശേഷം ഹംസ് വന്നതുകൊണ്ട്. ഖുൽബ ഫതഹ് തൻവീൻ ആയതുകൊണ്ട് 2 ഹർക്കത്ത് ദീർഘിപ്പിക്കുക. ഫാക്കിഹതൻ വഅബ്ബ ഫതഹ് തൻവീൻ ആയതുകൊണ്ട് 2 ഹർക്കത്ത്. മതഅൻ ലക്കും വലിഅനാമിക്കും. ഫഇദാ ജാഅത്തി സ്സാഖ ജാഅത്ത് 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിക്കുക. അസ്സാഖ 6 ഹർക്കത്ത് ദീർഘിപ്പിക്കണം. കാരണം ദീർഘത്തിന് ശേഷം ഷദ്ദ് വന്നു എന്നതുകൊണ്ട്. ഫഇദാ ജാഅത്തി സ്സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി എന്നിടത്ത് എന്ത് ചെയ്യണം? അഖീഹി എന്നിടത്ത് നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യാം? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. അവിടെ 2, 4 അല്ലെങ്കിൽ 6 ഹർക്കത്ത് ദീർഘിപ്പിച്ച് നിർത്താം. ഉമ്മിഹി വ അബീഹി അവിടെയും അതേ നിയമം തന്നെ. വസാഹിബത്തിഹി വ ബനീഹി ഇവിടെ കണ്ടോ? ഇവിടെ മിൻ അഖീഹി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു സർവനാമത്തിന്റെ ഹാന് തൊട്ട് മുമ്പ് ഫത്തഹ കസറുള്ള അമ്മ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ചേർത്ത് ഓതുമ്പോൾ 2 ഹർക്കത്ത് ദീർഘിപ്പിക്കണം. ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നു സാഹിബത്തിഹി. അവിടെ ഹീയുടെ മുമ്പ് എന്താണ്? കെസറുള്ള താഴാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കെസർ വന്നത് കൊണ്ട്, സ്വരചിഹ്നം വന്നത് കൊണ്ട് എന്ത് ചെയ്യണം? അടുത്ത അക്ഷരത്തിലേക്ക് ചേർക്കുമ്പോൾ, സാഹിബത്തിഹി കഴിഞ്ഞിട്ട് വായിലേക്ക് ചേർക്കുമ്പോൾ
2 ഹറക്ക് ദീർഘിപ്പിച്ചാണ് ചേർക്കേണ്ടത്. അതേസമയം ഇവിടെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹ് അവിടെ ഹായിലാണ് നിർത്തുന്നത്. അതേപോലെ വ അബീഹ് അവിടെയും ഹായിലാണ് നിർത്തുന്നത്. വ ഉമ്മിഹി എന്നിടത്ത് ഉമ്മിഹി അവിടെ ഹായിന് മുമ്പുള്ള അക്ഷരത്തിന് കെസ്റായതുകൊണ്ട് എന്ത് ചെയ്യണം? ഉമ്മിഹി എന്ന ഹി കഴിഞ്ഞിട്ട് 2 ഹറക്ക് ദീർഘിപ്പിക്കണം. ഞാൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാനിത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. ലാമുൽ അമ്ര ലാ നാഹിയ. ലാമുൽ അമ്ര ലാമുൽ നഹി എന്ന് വേണമെങ്കിലും പറയാം. ലാ നാഹിയ എന്നാണ് ഞാൻ പഠിച്ചു വെച്ചത്. അത് അങ്ങനെ പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. ലാ നാഹിയ എന്നാണ് ഉള്ളത്, കിതാബിലുള്ളത്. ലാമുൽ നഹി എന്ന് വേണമെങ്കിലും പറയാം. നഹിയുടെ ലാമുൽ അമ്ര ലാമുൽ അമ്ര എന്ന പ്രയോഗത്തോട് ബന്ധമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് യോജിച്ചതായിക്കൊണ്ട് ലാമുൻ നഹി എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അതായത് ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞാണ്. സൂറത്തു അബസ് 29 മുതൽ 36 വരെയുള്ള സൂക്തങ്ങൾ പാരായണം ചെയ്യാൻ പോവുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസൈതൂന വനഖ്ല വഹദായിഖ ഗുൽബ وفاكهة وأبا متاعا لكم ولأنعامكم فإذا جاءت الصاخة يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. അർത്ഥം നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? വ്യാകരണം ഉണ്ടെങ്കിൽ പറയാം. വസൈത്തൂനൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമി. മനുഷ്യൻ അവന്റെ ആഹാരത്തിലേക്ക് നോക്കട്ടെ. അവൻ എന്തൊക്കെയാണ് തിന്നുന്നത്? നേരം വെളുത്താ ഇരുട്ടുന്നത് വരെ, രാവിലെ വരെ വൈകുന്നേരം വരെ അവൻ എന്ത് ആഹാരമാണ് കഴിക്കുന്നത്? അതിനെക്കുറിച്ചൊന്ന് നോക്കട്ടെ. ഇവിടെ അതിനെക്കുറിച്ച് യൻദുർ എന്ന് പറഞ്ഞാൽ അതിലേക്ക് തിരിഞ്ഞു നോക്കട്ടെ എന്നല്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കട്ടെ എന്നാണ്. ചിന്തയാണ് തിരിച്ചുവിടുന്നത്. അന്നാ സ്വബബിനൽ മാഅ സ്വബ്ബ. തീർച്ചയായും നാം കുത്തിയൊലിക്കുന്ന വെള്ളം ചുരിഞ്ഞുകൊടുത്തു. പിന്നീട് സുമ്മ ശഖഖനൽ അർദ ശഖ. ഭൂമിയെ ഒരു പിളർത്തി എന്ന് പറഞ്ഞാൽ വിത്ത് മുളച്ചു വരുന്ന മനോഹാരിതയും അതിന്റെ ആശ്ചര്യകരമായ ഒരു അവസ്ഥയുമാണ് പറഞ്ഞത്. തുമ്മ ശഖഖനൽ അർദ ശഖ. ഭൂമിയെ നാം ഒരു പിളർത്തി. അങ്ങനെ നാം അതിൽ ധാന്യത്തെ മുളപ്പിച്ചു. ഇനബൻ ധാന്യമുളത്തെ മുളപ്പിച്ചു. ഇനബ് മുന്തിരിയെ മുളപ്പിച്ചു. വഖബ്ബൻ പച്ചക്കറിയെയും മുളപ്പിച്ചു. വസൈത്തൂനൻ ഒലീവിനെയും മുളപ്പിച്ചു. സൈത്തൂൻ ഒലീവ്. വനഖ്ലൻ ഈത്തപ്പനയെയും. ഈത്തപ്പന നഖ്ലത്തുൻ എന്നതാണ് അതിന്റെ ഏകവചനം. നഖ്ലത്തുൻ അതിന്റെ ബഹുവചനമാണ് നഖ്ല്. നഖ്ലത്തുൻ നഖ്ലുൻ. വസൈത്തൂനൻ വനഖ്ലൻ. അപ്പോ ഒലിവിനെയും ഈത്തപ്പനയെയും അല്ലെങ്കിൽ ഒലിവും ഈത്തപ്പനയും നാം സൃഷ്ടിച്ചു, മുളപ്പിച്ചു. ഹദായിഖ തോട്ടങ്ങളും മുളപ്പിച്ചു. ഹദിയക്കത്തിന്റെ ബഹുവചനമാണ് ഹദായിഖ്. ഹദിയക്കത്തുൻ തോട്ടം, ഗാർഡൻ എന്നും പറയും ഹദിയക്കത്തുൻ. അതിന്റെ ബഹുവചനമാണ് ഹദായിഖു. ഹദിയക്കത്തുൻ ഹദായിഖു. ലമ്മാണ് ഹദായിഖു, ഒരു ലമ്മാണ്. തോട്ടങ്ങൾ. എങ്ങനെയുള്ള തോട്ടങ്ങൾ? ഗുൽബൻ. ഗുൽബുൻ ഇടതൂർന്നത്. ഗുൽബുൻ ഇടതൂർന്നത്. ഹദായിഖ ഗുൽബൻ ഇടതൂർന്ന തോട്ടങ്ങളും. ഇടതൂർന്ന തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വനം. ആ വനത്തിൽ ഒരേ ഇനത്തിലുള്ള മരങ്ങൾ വളരുന്നു. അപ്പൊ ഒരേ ഇനത്തിലുള്ള ഒരു മേഖലയിൽ ഒരേ ഇനത്തിലുള്ള മരങ്ങൾ വളരുന്നു. അപ്പോൾ അങ്ങനെ ഇടതൂർന്ന തോട്ടങ്ങൾ.
ഹദായിഖ ഗുൽബൻ, ഇടതൂർന്ന തോട്ടങ്ങളും നാം എന്ത് ചെയ്തു? മുളപ്പിച്ചു. ഫാക്കിഹത്തൻ, ഫാക്കിഹത്തൻ പഴത്തെയും മുളപ്പിച്ചു, ഉൽപ്പാദിപ്പിച്ചു. അബ്ബൻ, ഫാക്കിഹത്ത് എന്ന് പറയുമ്പോൾ പഴം, അതിന്റെ ബഹുവചനമാണ് ഫവാക്കിഹ്, പഴങ്ങൾ. ഫാക്കിഹത്തൻ ഫവാക്കിഹുൻ. അബ്ബുൻ എന്ന് പറഞ്ഞാൽ പുല്ല്, അബ്ബുൻ എന്ന് പറഞ്ഞാൽ പുല്ല്. ഫാക്കിഹത്തൻ വ അബ്ബൻ, പഴവും പുല്ലും മുളപ്പിച്ചു. എന്തിനു വേണ്ടി? മത്താഅൻ ലക്കും. മത്താഅ എന്ന് പറഞ്ഞാൽ ഗുഡ്സ്, ചരക്ക്, വിഭവങ്ങൾ. മത്താഅ വിഭവം, ലക്കും നിങ്ങൾക്ക്. മത്താഅ, മത്താഅ എന്ന് എന്താണ്? ഇന്ത്യയിലെ കോടതിയിൽ മത്താഅ എന്ന് പറഞ്ഞാൽ ജീവനാംശമാണ് കേട്ടോ. കാരണം വലിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ എന്ന് വന്നിട്ടുണ്ട് അൽ ബഖറയിൽ. വിവാഹമോചിതയായ സ്ത്രീക്ക് മത്താഅ കൊടുക്കണം, ജീവനാംശം. മത്താഅ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വിഭവം കൊടുക്കണം, എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തയക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. തലാഖ് ചൊല്ലി പിരിഞ്ഞു പോകുമ്പോൾ അതിനാണ് കോടതി മത്താഅ നൽകണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ജീവനാംശം എന്നാണ്. അത് ആ കോണ്ടെക്സ്റ്റിലുള്ള പരിഭാഷയാണ് മത്താഅ. അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ ഭാഷാർത്ഥം എന്ന് പറയുന്നത് മത്താഅ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് എന്നാണ്, ചരക്ക്, സാധനങ്ങൾ. മലയാളത്തിൽ നമ്മൾ സാധന സാമഗ്രികൾ എന്ന് പറയുമല്ലോ, അതിനാണ് മത്താഅ എന്ന് പറയുന്നത്. മത്താഅൻ ലക്കും, നിങ്ങൾക്ക് മത്താഅ ആയിക്കൊണ്ട്, ജീവിത വിഭവമായിക്കൊണ്ട്, നിങ്ങൾക്കൊരു ഒരു ഒരു സാധന സാമഗ്രി ആയിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം മുളപ്പിച്ചു തന്നത്. ഇതെല്ലാം പറഞ്ഞതെല്ലാമാണ് കേട്ടോ. നേരത്തെ 50 മുതൽ തുടങ്ങിയ എല്ലാം. 50 ഫിഹ ഹബ്ബൻ ഇനബൻ ഖദ്ബൻ സൈതൂനൻ നഖ്ലൻ ഹദായിഖ ഗുൽബൻ ഫാകിഹതൻ വഅബ്ബൻ. 8 പറഞ്ഞു. فلينظر الإنسان إلى طعامه أنا صببنا الماء صببنا الماء صبا ثم شققنا الأرض شقا فأنبتنا فيها. മുളപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹബ്ബൻ ഇനബൻ ഖദ്ബൻ സൈതൂനൻ നഖ്ലൻ ഹദായിഖ ഗുൽബൻ ഫാകിഹതൻ വഅബ്ബൻ. അങ്ങനെ 8 സംഗതിയാണ് മുളപ്പിച്ച കാര്യങ്ങൾ. ഈ മുളപ്പിച്ച കാര്യങ്ങൾ എല്ലാമാണ് മതാഅൻ ലക്കും വലിഅൻആമിക്കും എന്ന് പറഞ്ഞത്. നിങ്ങൾക്കും നിങ്ങളുടെ. അൻആം എന്ന് പറഞ്ഞാൽ, അൻആം കന്നുകാലി, കാറ്റിൽ എന്ന് പറയുന്നത് പോലെയാണ്. കാറ്റിൽ, കന്നുകാലികൾ. അൻആം കന്നുകാലികൾ. അതിന്റെ ഏകവചനം നഅം എന്നാണ്. നഅം, നൂന് ഫത്ഹ് ഐന് ഫത്ഹ് മീം, നഅമുൻ അൻആമുൻ. അപ്പോ നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും വിഭവമായിക്കൊണ്ടാണ് ഇത് ചെയ്തത്, ഇത് മുളപ്പിച്ചത്. മതാഅലക്കും വലിഅൻആമിക്കും. فإذا جاءت الصاخة فإذا جاءت الصاخة فإذا സന്ദർഭത്തിൽ ഇതാ സന്ദർഭം. ജാഅത് വന്നു. ജാഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം, ജാഅയുടെ ജാഅ അവൻ വന്നു, ജാഅത്ത് അവൾ വന്നു. അതിനെന്ത് ചെയ്തു? അസ്സാഖ എന്നതിന്റെ സ്വാദിന്റെ, അതായത് ലാമയുടെ ലാമിന് സുക്കൂനാണല്ലോ, ആ ലാമിന് സുക്കൂനാണ് എന്ത് ചെയ്തത്? സ്വാദിനെ ഇരട്ടിപ്പിക്കാൻ വേണ്ടി ലാമിന് പകരമാണ് എന്ത് ചെയ്തത്? സ്വാദിനെ ഇരട്ടിപ്പിക്കുന്നത്. അപ്പൊ സ്വാദിനെ ഇരട്ടിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഒന്നാമത്തെ അക്ഷരത്തിന് സുക്കൂനാണെന്നാണ്. ആ സുക്കൂനും ജാഅത്ത് എന്നതിലെ താന്റെ സുക്കൂനും കൂടെ ചേർന്നപ്പോഴാണ് 2 സുക്കൂൻ ഒരുമിച്ച് വരികയും ആദ്യത്തെ സുക്കൂനെ മാറ്റി വേറെ അടയാളം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളുടെ കൂട്ടത്തിൽ എഴുതി വയ്ക്കാവുന്നതാണ്. ഒന്ന്, മിനശ്ശൈത്വാനിർ റജീം, മിന്നിനെ ഹർക്കത്ത് മാറ്റുമ്പോൾ ഫത്തഹാണ് കൊടുക്കേണ്ടത്. മനിഹ്തദ എന്ന് പറഞ്ഞപ്പോൾ മന്നിന് കസ്ർ കൊടുത്തു. അപ്പോ മന്നിന്റെ നൂനിന് കസ്റാണ് കൊടുക്കേണ്ടത്. അതേപോലെ
ഇന്നും ലമ്മയും വരുന്നാൽ സംഭവിക്കുന്ന സുക്കൂന് അപൂർണക്കിലേക്ക് സംഭവിക്കുന്ന സുക്കൂനെ മാറ്റുമ്പോൾ കസ്റാണ് കൊടുക്കേണ്ടത്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞത് അതേപോലെ സ്ത്രീലിംഗത്തിന്റെ താ എന്ന് പറഞ്ഞാൽ ക്രിയകളിൽ ഉണ്ടാകുന്ന സ്ത്രീലിംഗത്തിന്റെ താഴ്. നാമത്തിനുണ്ടാകുന്ന താഴെ കെട്ടുള്ള താഴായിരിക്കും. ക്രിയകളിലുണ്ടാകുന്ന നാമത്തിന്റെ താഴ് ക്രിയകളിലുണ്ടാകുന്ന താഴ് എന്തായിരിക്കും? ഓപ്പൺ താഴായിരിക്കും. അങ്ങനെയുള്ള ക്രിയകളുടെ അന്ത്യത്തിൽ വരുന്ന സ്ത്രീലിംഗത്തിന്റെ താഴ് അതിനെ സുക്കൂൻ മാറ്റിയാൽ എന്തായിരിക്കും മാറ്റേണ്ടത്? എന്തായിരിക്കും കൊടുക്കേണ്ടത്? കസ്ർ കൊടുക്കണം. ഘോരശബ്ദം. സാഖ എന്ന് പറഞ്ഞാൽ അൽ ഖാരിയയുടെ മറ്റൊരു പദമാണ്. അൽ ഖാരിയയുടെ കുറച്ചുകൂടി ഭീകരമായ ഒരു ശബ്ദമാണ് സാഖ. അൽ ഖാരിയ മൽ ഖാരിയ എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഫൈദ ജാഅതി സാഖ, ആ ഘോര ശബ്ദം വന്നു കഴിഞ്ഞില്ല. ആ എന്നെങ്ങനെ കിട്ടി? ആ ഘോര ശബ്ദം എന്ന് പറയാൻ കാരണം അവിടെ അലിഫ്ലാം ചേർന്നോട് കൂടി എന്തായി? നിർണിതമായി. അപ്പോ ഈ അല്ലെങ്കിൽ ആ എന്ന് കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ട്രാൻസ്ലേഷനിൽ ഏറ്റവും അനുയോജ്യമായി വരുന്ന ആ ഘോര ശബ്ദം എന്നതാണ്. ആ ഘോര ശബ്ദം വന്നു ഭവിച്ചാൽ, ആഗതമായാൽ, ഏത് ദിവസമാണ് അത് സംഭവിക്കുന്നത്? അത് യൗമ യഫിറു, ഓടിപ്പോകുന്ന ദിവസം. ഫറ യഫിറു, അത് പഠിച്ചു വെക്കുന്നതല്ലാണ്. കാരണം നമ്മൾ പഠിച്ച ക്രിയകൾ ലന്ന യലുന്നു പഠിച്ചു. ലന്ന യലുന്നു അതേപോലെ ഫറ യഫിറു ഇപ്പൊ പഠിച്ചു. ഫറ യഫിറു. ലന്ന യലുന്നു പഠിച്ചു. ഫറ യഫിറു പഠിച്ചു. അപ്പോ ഫറ യഫിറു ഏതുപോലെയാണ്? വല്ല യദില്ലു പോലെയാണ്. വല്ല വന്നപ്പോൾ യദില്ലു എന്ന് വന്നു. വല്ല യദില്ലു പോലെയാണ് ഫറ യഫിറു. നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഈ ഒരു ഘടന പഠിച്ചതാണ്. യൗമ യഫിറു, ഓടിപ്പോകുന്ന ദിവസം. യൗമ യഖൂലു, പറയുന്ന ദിവസം. യൗമ യഅതി, വരുന്ന ദിവസം. യൗമ യുൻഫഖു, ഊതപ്പെടുന്ന ദിവസം. ഒരുപാട് ദിവസങ്ങളുണ്ട്. യൗമ തുവല്ലൂന, നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്ന ദിവസം. അങ്ങനെ ദിവസം നമുക്ക് എന്ത് ചെയ്യാം? യോമിനോട് ചേർത്ത് പറഞ്ഞാൽ മതി. ഇവിടെ യോമ യഫിറു, സാഖ, ഘോര ശബ്ദം സംഭവിക്കുന്നത് ഏത് ദിവസമാണ്? ഓടുന്ന ദിവസമാണ്. അഥവാ ഈ ഓടുന്ന ദിവസമാണ് അത് സംഭവിക്കുന്നത്. അത് സംഭവിക്കുന്ന ദിവസം ഓടും എന്ന് വേണമെങ്കിലും പറയാം. വിരണ്ടോടും. ഫറ എന്ന് പറഞ്ഞാൽ വിരണ്ടോടുക എന്നാണ്. വിരണ്ടോടുക. യൗമ യഫിറുൽ മർഉ, മനുഷ്യൻ. മർഉ, മനുഷ്യൻ. മർഉ എന്ന് പറയുമ്പോൾ മനുഷ്യനാണ്. പക്ഷെ അത് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കില്ല. അത് ജെൻഡർ പ്രസക്തമാകുന്ന സന്ദർഭത്തിൽ മർ എന്ന് പറയുമ്പോൾ അതിന് സ്ത്രീലിംഗം പറയണമെങ്കിൽ മർഅത്തുൻ എന്ന് പറയണം. മർഅത്തുൻ, ഇംറഅത്തുൻ എന്ന് പറയാം. അപ്പൊ യൗമ യഫിറുൽ മർഉ, മനുഷ്യൻ ഓടുന്ന ദിവസം. മർഉ, മർഅത്തുൻ, ഇംറഅത്തുൻ, ഇംറുഉൻ, ഇതെല്ലാം എഴുതി വയ്ക്കുക കേട്ടോ. മർഇന്റെ കൂടെ നമുക്ക് പഠിച്ചു വയ്ക്കേണ്ട സംഗതിയാണ്. രണ്ടും നോക്കാം. ഇല്ല, മർ എന്ന് പറയുമ്പോൾ മനുഷ്യൻ. മർഉൻ പഠിച്ചു, മനുഷ്യൻ.
അപ്പൊ അതിനെ എന്ത് ചെയ്യാം? മർഅത്തു എന്നാക്കാം. മർഅത്തു. മർഅത്ത് മർഅത്ത് എന്ന് പറയുമ്പോൾ സ്ത്രീ. മർഉൻ മനുഷ്യൻ എന്നാണ് ജനറൽ ആയിട്ട് രണ്ടും കൂടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുമ്പോഴും മർഉൻ എന്ന് പറയും. അൽ മർഉ. അതിനെ സ്ത്രീലിംഗമാക്കി പറയണമെങ്കിൽ എന്ത് ചെയ്യണം? മർഅത്തുൻ എന്ന് പറയണം. ഇമ്രഅത്തുൻ എന്നും പറയുന്നു. ഇമ്രഅത്തുൻ. ഇമ്രഅത നൂഹിൻ വഇമ്രഅത ലൂത്ത് ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇമ്രഅത നൂഹിൻ വഇമ്രഅത ലൂത്ത്. അപ്പൊ ഇമ്രഅത്തുൻ എന്ന് പറയും, സ്ത്രീ. അതേപോലെ ഇമ്രുഉൻ എന്ന് പറയും. ഇമ്രുഉൻ. ഇമ്രുഉൻ എന്ന് പറഞ്ഞപ്പോ എന്തായി? റാഇനുള്ള അമ്മാണ്, അതുകൊണ്ട് വാവിന്റെ മുകളിലെ ഹംസരണം. ഈ ഇമ്രുഉൻ. ഇൻ ഇമ്രുഉൻ ഹലക ലൈസ ലഹു വലദുൻ. ഇൻ ഇമ്രുഉൻ ഹലക. അപ്പൊ ഇമ്രുഉൻ എന്ന് പറയും. അതേപോലെ ഇംരിഇൻ എന്നും വരുന്നു. കുല്ലു ഇംരിഇൻ മിൻഹും. കുല്ലു ഇംരിഇൻ. ഓക്കെ. ഇമ്രുഉൻ, ഇംരിഇൻ. ഇംരിഇൻ എന്ന് എഴുതുമ്പോഴത്തേക്ക് റാഇന് കസ്റാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പൂർണ്ണമായ ഷേപ്പിലുള്ള യാ ഇടണം. ആ യാന്റെ മുകളിലാണ് ഹംസ വരേണ്ടത്. യൗമ യഫിറുൽ മർഉ, ഓടുന്ന ദിവസം, മനുഷ്യൻ ഓടുന്ന ദിവസം, മിൻ അഖീഹി, തന്റെ സഹോദരനിൽ നിന്നും വിരണ്ടോടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ സഹോദരനെ കാണുമ്പോൾ സഹോദര ഒന്ന് സഹായിക്കൂ എന്ന് പറയാനുള്ള ആഗ്രഹം വരുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ നോക്കുന്നുണ്ട് മുഖത്ത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹം വേഗത്തിൽ പോകുന്ന ഒരു സന്ദർഭത്തിൽ, സഹോദരൻ വേഗത്തിൽ പോകുന്ന സന്ദർഭത്തിൽ മറ്റേ സഹോദരൻ എന്തോ പറയാൻ ഭാവിക്കുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ പറയാൻ ഭാവിക്കുന്ന സന്ദർഭത്തിൽ എതിർകക്ഷി കേട്ടുകൊണ്ട് നിൽക്കാനോ അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ മറുപടി പറയാൻ സന്നദ്ധമാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. ഒരാളെന്തെങ്കിലും സംസാരിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം പറയാനുണ്ട് എന്ന് നമുക്കറിയാം, മനസ്സിലാകും. അപ്പോൾ മറുകക്ഷി എന്ത് ചെയ്യുന്നു? പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നോക്കി നിൽക്കാൻ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ, ചോദിക്കാൻ സാഹചര്യമില്ല. അതിനുള്ള സെക്കൻഡ് സമാധാനമില്ല. അത്ര സമാധാനം ഇല്ലാത്ത രീതിയിൽ കിതച്ചോടുകയാണ്. യഫിറുൽ മർഉ, വിരണ്ടോടുകയാണ് മനുഷ്യൻ. അങ്ങനെ വിരണ്ടോടുന്ന സമയത്ത് സഹോദരനെ എന്ത് ചെയ്യുന്നില്ല? ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും, പരസ്പരം ഒരുമിച്ച് കരയാൻ പോലും സമയമില്ല. ആ സങ്കടം പങ്കിടാൻ പോലും സമയമില്ല. അങ്ങനെ താൻ എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്ന രീതിയിൽ ഓടുന്ന സന്ദർഭം. അതാണ് യഫിറുൽ മർഉ, വിരണ്ടോടും എന്ന് പറയുന്നത്. മിൻ അഖീഹി, തന്റെ സഹോദരനിൽ നിന്ന്. അഹ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഹ് എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് പറഞ്ഞാൽ അഹുൻ എന്നാണ് പറയുക. അഹുൻ. അതിനെ മറ്റൊരു പദത്തിലേക്ക് ചേർക്കുകയാണെങ്കിൽ, ഉദാഹരണം അഹൂഹു എന്ന് പറഞ്ഞാൽ അഹൂഹു, അവന്റെ സഹോദരൻ. അഹീഹി. അപ്പൊ അഹൂഹു എന്ന് പറഞ്ഞാൽ അഹ് ലമ്മ് ചെയ്യുമ്പോഴാണ് അഹൂഹു എന്ന് വരുന്നത്. അഹ് ലമ്മാണെങ്കിൽ അത് നമ്മൾ ഇനി പഠിക്കും. അഹിന് കെസ്ർ കൊടുക്കുന്ന സമയത്ത് അഹീഹി, മീൻ വന്നതുകൊണ്ടാണ് ഇവിടെ അഹീഹി എന്ന്. അവിടെ അഹിന് ഫത്തഹ് വരേണ്ട സന്ദർഭമാണെങ്കിൽ അഹാഹു ഹാറൂന എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അഹാഹു ഹാറൂൻ. മൂസാ നബി അലൈഹി സ്വലാമിനോടൊപ്പം ഹാറൂനെ കൂടി നിയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അഹാഹു അവിടെ ഫത്തഹ് ചെയ്യപ്പെട്ട നിലയ്ക്കാണ് വന്നത്. അതുകൊണ്ട് അഹ എന്ന് വന്നു. കെസ്ർ ചെയ്യപ്പെട്ട രീതിയിലാണെങ്കിൽ അഹി എന്ന് വരും. അപ്പൊ അഹു, അഹ, അഹി എന്ന് വരാം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, തന്റെ സഹോദരനിൽ നിന്ന് മാത്രമല്ല ഓടിപ്പോകുന്നത്. ഉമ്മിഹി, അവന്റെ ഉമ്മയിൽ നിന്നും ഓടിപ്പോകുന്നു. ഉമ്മ മോനെ കണ്ടാലോ മോന് ഉമ്മയെ കണ്ടാലോ ഒന്നും വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അബീഹി, വാപ്പയെ കണ്ടാലും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. വാപ്പയിൽ നിന്നും ഓടിപ്പോകുന്നു, വിരണ്ടോടുന്നു. സാഹിബത്തിഹി, സാഹിബ് നമുക്കറിയാം. സാഹിബ് സുഹൃത്ത്. സാഹിബത്ത് എന്ന് പറഞ്ഞാലോ സാഹിബ് സുഹൃത്ത്. അപ്പൊ സാഹിബത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീമെയിലായി. പക്ഷേ
സാഹിബത്ത് ഉപയോഗിക്കുന്നത് സഹധർമ്മിണി എന്ന നിലയിലാണ്. അപ്പൊ സാഹിബത്തിഹി തന്റെ സഹധർമ്മിണിയെ കണ്ടാലും നിൽക്കാൻ സമയമില്ല, അവിടെ നിന്നും വിരണ്ടോടുകയാണ്. ബനീഹി, ബനീഹി, ബനി എന്ന് പറഞ്ഞാല് ബനൂൻ, ബനീൻ ആണ് കേട്ടോ. ഇബിന് എന്നതാണ് ഏകവചനം. ഇബിന്, ഇബിന് ഏകവചനം. ഇബിനിന്റെ ബഹുവചനം എന്താണ്? ഇബിനിന്റെ ബഹുവചനം അബിന ആണ്. അബിന. ഇബിനിന്റെ ബഹുവചനം അബിന ആയതുപോലെ തന്നെ ബനൂനയുമുണ്ട്. ബനൂന, ബനൂന. അപ്പൊ ബനൂനയെ വേറൊരു വാക്കിലേക്ക് ചേർക്കുമ്പോ ഞാ പോകും. അപ്പൊ അതുകൊണ്ടാണ് ബനൂന ഇസ്രായേൽ എന്നത് വന്നപ്പോ ബനു ഇസ്രായേൽ എന്നായത്. ഇവിടെ അതേപോലെയാണ്. അപ്പൊ ബനു എന്നതും എന്താണ്? നേരത്തെ വന്ന അഹു പോലെയാണ്. അവിടെ എന്ത് ചെയ്യണം? അവിടെ ലമ്മാണെങ്കിൽ ബനു എന്ന് പറയും, കെസറാണെങ്കിൽ ബനി എന്ന് പറയും. അതേപോലെ തന്നെ ഫത്തഹാണെങ്കിൽ ബന എന്ന് പറയും. ഇപ്പൊ ഇവിടെ സാഹിബത്തിഹി വ ബനീഹി, തന്റെ മക്കളിൽ നിന്നും. ഇപ്പൊ ഇവിടെ കെസറാണ്. മിൻ, മിൻ നേരത്തെ മുൻകിടന്നിട്ടുണ്ട്. മിൻ അഹീഹി വ ഉമ്മിഹി, ഉമ്മിഹി എന്ന് പറഞ്ഞാൽ വമിൻ ഉമ്മിഹി, വ അബീഹി എന്ന് പറഞ്ഞാൽ വമിൻ അബീഹി, സാഹിബത്തിഹി ഞാൻ നേരത്തെ പറഞ്ഞു. തൊട്ട് മുമ്പുള്ള നിയമം ഏതാണോ ആ നിയമത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? യോജിപ്പിക്കുന്നത്. വാ വന്നു കഴിയുമ്പോൾ ആ വാ കൊണ്ടാണ് ബന്ധിപ്പിക്കുന്നത്. ആ വാ കൊണ്ട് തൊട്ട് മുമ്പുള്ളതിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ തൊട്ട് മുമ്പുള്ള നിയമം ഏതാണോ ആ നിയമങ്ങളെല്ലാം ഇവിടെയും. അപ്പൊ ഇവിടെയും കെസറാണ്. മിൻ വന്നതുകൊണ്ട് സാഹിബത്തിഹി തന്റെ സഹധർമ്മിയിൽ നിന്നും, ബനീഹി തന്റെ മക്കളിൽ നിന്നും ഓടി അകലുന്ന ദിവസം. ഇന്ന് ഞാൻ പുതുതായിട്ട് വേറൊരു ഗ്രാമറും പഠിപ്പിക്കുന്നില്ല. അതേസമയം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ ആവർത്തിച്ചിരുന്നു. ഇനി ഉപസംഹരിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 6-ാം പേജ് വായിച്ചിരുന്നു. ഇപ്രാവശ്യം നമുക്ക് വായിക്കേണ്ടത് 7-ാം പേജാണ്. പേജ് 7. അതിന് മുമ്പ് ഇടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ഇടുകയോ അല്ലെങ്കിൽ മൈക്രോഫോൺ ഓൺ ചെയ്ത് സംസാരിക്കുകയോ ചെയ്യാം. ഞാൻ അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയാണ്. പേജ് 7. ഖുർആൻ പേജ് 7. ഖുൽന ഹ്ബിതു മിൻഹാ ജമീഅൻ. ജംഅ് നാം പഠിച്ചിട്ടുണ്ട്, സംഘം. ജമീഅ എന്ന് പറഞ്ഞാൽ ഒന്നടങ്കം എന്നാണ്. ജമീഅ ഒന്നടങ്കം. യഹ്ബിത്തു എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകൂ എന്നാണ്. നമ്മൾ ഹബത്ത യഹ്ബിത്തു, ഹബത്ത എന്ന് പറഞ്ഞാൽ ഇറങ്ങി, ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ ഇറങ്ങൽ. നമ്മൾ പഠിച്ചിട്ടില്ല. മാത്രമല്ല അത് റയർ യൂസേജ് ആണ്. അതിന്റെ പട്ടിക ഉണ്ടാക്കാൻ പോകണ്ട നമ്മൾ തൽക്കാലം. പിന്നീട് നമുക്ക് സീനിയർ ലെവലിൽ നോക്കാം. ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅൻ. ഖുൽന നാം പറഞ്ഞു, യഹ്ബിതു മിൻഹാ ജമീഅൻ, ഇവിടെ നിങ്ങൾ ഒന്നടങ്കം പുറത്തു പോകണം. ഇവിടെ 4 വാക്കിൽ ഒരു വാക്ക് തികച്ചും പുതിയതാണ്. ജമീഅ എന്ന വാക്ക് ജംഅ് സംഘം എന്നതിനോട് അനുബന്ധമാക്കി വരുന്ന ഒരു പദമാണ്. അപ്പൊ അതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കും. ഇമ്മ യഅ്തിയന്നക്കും, അത്താ യഅ്തി നമ്മൾ പഠിച്ചു. ഇമ്മ കണ്ടീഷൻ ആണ് എന്ന് പറഞ്ഞു. ഇമ്മ ഇമ്മ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഇമ്മ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇമ്മ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇമ്മ യഅ്തിയന്നക്കും മിന്നി ഹുദൻ, നിങ്ങളുടെ അടുക്കൽ എന്നിൽ നിന്നും, മിന്നി എന്നിൽ നിന്നും, ഹുദൻ മാർഗദർശനം, അത് നമ്മൾ പഠിച്ചു. വരികയാണെങ്കിൽ
ഫമൻ തബിഅ, തബിഅ പഠിച്ചിട്ടില്ല, പിന്തുടർന്നു എന്നാണ് അർത്ഥം. ഹുദൻ, ഹുദനെ യായോട് ചേർത്തിരിക്കുകയാണ്. ഹുദായ, കലമിനെ സംസാരിക്കുന്ന ആളിന്റെ യായിലേക്ക് ചേർത്താൽ എന്താവും? കലമ്, കലമീ എന്നാകും. പക്ഷെ ഹുദൻ എന്ന് വരുമ്പോൾ ഹുദൻ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അത് എങ്ങനെ സംസാരിക്കുന്ന ആളുടെ യായിലേക്ക് ചേർത്താൽ ഹുദായ എന്നാണ് വരിക, എന്റെ മാർഗദർശനം. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. യഹ്സുനു, ഹസിന യഹ്സുനു. ഹസിന യഹ്സനു, യഹ്സനു. സമിഅ യസ്മഉ, ഹസിന യഹ്സനു. ഫലാ ഖൗഫുൻ അലൈഹിം, അവരുടെ മേൽ ഭയമില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതുമില്ല. വലദീന കഫറു വകസ്സബു ബിആയാതിന, അത് നമ്മൾ പഠിച്ചു. വലദീന കഫറു, സത്യനിഷേധികളായവർ. വകസ്സബു ബിആയാതിന, കസ്സബ കളവാക്കി, ബിആയാതിന, കസ്സബയുടെ കൂടെ വരുന്ന ഒരു അക്ഷരമാണ് ബി. കസ്സബ ബി, കസ്സബു ബിആയാതിന. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവൻ കളവാക്കി, അവർ കളവാക്കി. കസ്സബു ബി ആയാത്തിന്, അങ്ങനെ കളവാക്കുകയും ചെയ്തവർ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്തവർ. ഉലൈക അസ്ഹാബുന്നാർ, അവരാണ് നരകത്തിന്റെ ആൾക്കാർ. ഹും ഫീഹ ഖാലിദൂൻ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. യാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികളെ, ഉദ്കുറു, നമ്മൾ പഠിച്ചതാണ് ഇതെല്ലാം. ഉദ്കുറു, നിങ്ങൾ ഓർമ്മിക്കൂ, നിഅമതി, എന്റെ അനുഗ്രഹത്തെ, അല്ലത്തി അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തതായ, അലൈക്കും, നിങ്ങളുടെ മേൽ. സിറാത്തല്ലദീന അൻഅംത നമ്മൾ പഠിച്ചു. അൻഅംത, നീ അനുഗ്രഹം ചെയ്തു. അൻഅംതു, ഞാൻ അനുഗ്രഹം ചെയ്തു. അൻഅമ, അവൻ അനുഗ്രഹം ചെയ്തു. ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു നിഅമത്ത് ചെയ്തവരാണ് അവർ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗം. ഉദ്കുറു നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, ഞാൻ ചെയ്തതായ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുക. അലൈക്കും. ഔഫു, ഔഫ യൂഫി എന്നാണ്. ഔഫ യൂഫി എന്നാൽ വന്ന് കഴിഞ്ഞിട്ട് അതിന്റെ കൽപ്പന വരുന്നത് ഔഫി. ഔഫി, അതിന്റെ ബഹുവചനം ഔഫു, പൂർത്തിയാക്കുക. അഹിദ്, കരാർ. ബി അഹിദി, എഴുതി വെക്കേണ്ടതല്ല, ഞാൻ ഇടയ്ക്കുള്ള വാക്ക് പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ച വാക്ക് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഔഫു ബി അഹിദി, അഹിദ് കരാർ. ഊഫി ബി അഹിദിക്കും, നിങ്ങളുടെ കരാർ ഞാനും പൂർത്തിയാക്കും. അവിടെ ചില വാക്യങ്ങൾ, പദങ്ങൾ നമ്മൾ പഠിക്കാത്തതുണ്ട്. ഇയ്യായ, ഇയ്യായ എന്ന വാക്കും അൻഅംതു എന്ന വാക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് രണ്ടും അൽഫാത്തിഹയിൽ പഠിച്ചതാണ്. ഇയ്യായ എന്നുള്ളത്, ഇയ്യായ എന്നെ തന്നെയാണ് അല്ലെങ്കിൽ എന്നെ മാത്രമാണ്. എന്നെ തന്നെയാണ് അല്ലെങ്കിൽ എന്നെ മാത്രമാണ്. അപ്പോ ഇയ്യാക്ക നഅ്ബുദു, നിന്നെ മാത്രമാണ്, നിന്നെ തന്നെയാണ്. ഇയ്യായ, എന്നെ മാത്രം അല്ലെങ്കിൽ എന്നെ തന്നെ. ഫർഹബൂൻ, നിങ്ങൾ ഭയപ്പെടൂ. അത് നമ്മൾ പഠിച്ചു വാക്കില്ല. ആമിനു പഠിച്ചു. ആമിനു ബിമാ അൻസൽതു, അൻസലയും പഠിച്ചു. ബിമാ അൻസൽതു, നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾ വിശ്വസിക്കുക. എങ്ങനെയുള്ളതാണ് നാം അവതരിപ്പിച്ചത്? അൻസൽതു മുസദ്ദിഖൻ, സത്യപ്പെടുത്തുന്നതായ നിലയിൽ ഉള്ളത്. മുസദ്ദിഖൻ, ഫത്ഹ തൻവീൻ വരുമ്പോൾ എന്ത് ചെയ്യും? സിറ്റുവേഷനെ സൂചിപ്പിക്കുന്നതാണ്, സന്ദർഭത്തെ സൂചിപ്പിക്കുന്നതാണത്. മുസദ്ദിഖൻ, സത്യപ്പെടുത്തുന്നതായ നിലയിലുള്ളത്. എന്തിനെയാണ് സത്യപ്പെടുത്തുന്നത്? ലിമാ മഅക്കും. ഇതെല്ലാം നമ്മൾ പഠിച്ച വാക്കാണ്, പക്ഷേ അതിന്റെ അർത്ഥം വെക്കേണ്ട രീതിയിൽ വെക്കണം. ലിമാ മഅക്കും, ലിമാ ഒന്നിനെ, മഅക്കും നിങ്ങളോടൊപ്പമുള്ളതായ, നിങ്ങളോടൊപ്പമുള്ളതായ ഒന്നിനെ സത്യപ്പെടുത്തുന്നതായ നിലയിൽ നാം അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളോടൊപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ബനീ ഇസ്രായേൽക്കാരോടാണല്ലോ പറയുന്നത്. തൗറാത്തും ഇഞ്ചീലും, നാം ഇറക്കിയതായ തൗറാത്തും ഇഞ്ചീലും നിങ്ങളോടൊപ്പം, നിങ്ങളുടെ കൈവശമുണ്ട്, അതിൽ നിങ്ങൾ വിശ്വസിക്കുക. ലിമാ മഅക്കും ലാ തകൂനു, അല്ലെങ്കിൽ വലാ തകൂനു, നിങ്ങൾ ആകരുത്. നമ്മൾ പഠിച്ചതാണ്.
എന്താകരുത്? അവ്വല കാഫിരിൻ, നിഷേധിക്കുന്നവരിൽ ഒന്നാമത്തേവൻ, കാഫിരിൻ ബിഹി, അതിനെ നിഷേധിക്കുന്നതിൽ ഒന്നാമത്തെ ആളാകരുത് നിങ്ങൾ. നിങ്ങൾ അഥവാ നിഷേധിച്ചാലും കൈവശം ഇതുണ്ട്, പക്ഷേ മുഹമ്മദ് പ്രവാചകനായതിൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. മുഹമ്മദ് കാരണം എന്താണ് ഇഷ്ടമില്ലാത്തത്? മുഹമ്മദ് ഇസ്മായിലിന്റെ മകനാണ്. ഇബ്രാഹിം നബിയുടെ ഭാര്യയായ ഹാഗർ എന്ന അല്ലെങ്കിൽ ഹാജർ എന്ന കറുത്ത സ്ത്രീയുണ്ട്. ആ കറുത്ത സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് ഇസ്മായിൽ. ആ ഇസ്മായിലിന്റെ സന്തതി പരമ്പരയിൽ വന്നതാണ് മുഹമ്മദ്. അതുകൊണ്ട് ആ പ്രവാചകനെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സന്നദ്ധമാകുന്നില്ല. ഞങ്ങൾക്ക് അസഹ്യത തോന്നുന്നു. നമുക്കുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ അൺടച്ചബിലിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, വർണ്ണവിവേചനം. ആ വർണ്ണവിവേചനമാണ് അവിടെ പ്രകടമായത്. അതേസമയം ഇസ്ഹാഖ് സാറയിൽ ജനിച്ച മകനാണ്. ആ സാറയിൽ ജനിച്ച മകനായ ഇസ്ഹാഖിന്റെയും അലൈഹിസ്സലാം ആ സന്തതി പരമ്പരയിൽ വന്ന പ്രവാചകന്മാരെയും ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് ഇസ്രായേൽ സന്തതികൾ പറഞ്ഞിരുന്നു. അതേസമയം അവർ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അത് ഈ വർണ്ണവെറിയുടെ കാരണമാണ്. അന്നും ഇന്നും അത് നിലനിന്നിരുന്നു എന്ന കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയുന്നത് അവ്വല കാഫിരിൻ ബിഹി, നിങ്ങൾ നിഷേധിക്കുന്നവരിൽ മുൻപന്തിയിൽ വരാൻ പാടില്ല. ലാ തഷ്തറു, ഇഷ്തറ വിലയ്ക്ക് വാങ്ങി, ഇഷ്തറ യസ്തരി വിലയ്ക്ക് വാങ്ങി. ലാ തഷ്തറു, നിങ്ങൾ വിലയ്ക്ക് വാങ്ങരുത്, അല്ലെങ്കിൽ വിൽക്കരുത്. വാങ്ങുകയും വിൽക്കുകയും എന്ന അർത്ഥമുണ്ട് കേട്ടോ. ഇവിടെ വിൽക്കലാണ്. ലാ തഷ്തറു, നിങ്ങൾ വിൽക്കരുത്. ബി ആയാത്തി, എന്റെ സൂക്തങ്ങളെ, സമനൻ കലീലൻ, തുച്ഛമായ വിലയ്ക്ക്, തുച്ഛമായ വിലയ്ക്ക്, കലീല് കുറഞ്ഞ, വ ഇയ്യായ, എന്നെ മാത്രം, ഫത്തഖൂൻ, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക അല്ലെങ്കിൽ ഭയപ്പെടുക. ലാ തൽബിസു, ലബിസ യൽബിസു, അൽബസ, ലാ തൽബിസു, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇടകലർത്തരുത്. ഹക്ക, സത്യത്തെ, ബിൽ ബാത്തിലി, അസത്യവുമായി. ലാ തൽബിസു എന്ന വാക്ക് നമ്മൾ പഠിച്ചതല്ല. ഹക്കിന്റെ വിപരീതമാണ് ബാത്തിൽ. ഹക്ക് യാഥാർത്ഥ്യം, ന്യായമായത്, അതിന്റെ അർഹമായത്. അതിന്റെ വിപരീതം ബാത്തിൽ, വ്യർത്ഥമായത്, അസത്യം എന്നൊക്കെയുള്ള അർത്ഥം വരും. ലാ തക്തുമു, കത്തമ യക്തുമു, മറച്ചു വെച്ചു. ലാ തക്തുമു, നിങ്ങൾ തക്തുമുൽ ഹക്ക, നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യരുത്. ലാ തൽബിസുൽ ഹക്ക ബിൽ ബാത്തിലി, നിങ്ങൾ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുകയും തക്തുമുൽ ഹക്ക, അങ്ങനെ സത്യത്തെ മറച്ചു വെക്കുകയും ചെയ്യരുത് എന്നാണ് കേട്ടോ. അവിടെ ശ്രദ്ധിച്ച് വായിക്കണം. ലാ തൽബിസു, നിങ്ങൾ ഇടകലർത്തരുത്. അൽ ഹക്ക ബിൽ ബാത്തിലി, സത്യത്തെ അസത്യവുമായി ഇടകലർത്തരുത്. എല്ലാം കൂടെ എന്ത് ചെയ്യരുത്? കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. എല്ലാം കൂടെ കണക്റ്റിട്ട് ശരി ഏതാണ് തെറ്റാണ് ഏതാണ് എന്ന് അറിയാത്ത രീതിയിൽ എന്ത് ചെയ്യുക? എല്ലാം കൂടെ ഇടകലർത്തി പറയരുത്. അങ്ങനെ ഇടകലർത്തി പറയുക മുഖേന എന്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? തക്തുമുൽ ഹക്ക, ഹക്കിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ്. കത്തമ യക്തുമോ എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. കത്തമ്മ മൈലാഞ്ചി, മറച്ചു വെക്കൽ. അൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. അൻതും തഅലമൂൻ എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടുത്തെ വാവ് എന്താണ്? അത് സാഹചര്യത്തെ, സിറ്റുവേഷനെ സൂചിപ്പിക്കുന്ന വായാണ്. അത് ഹാലിന്റെ വായാണ്. അപ്പൊ അൻതും തഅലമൂൻ. അപ്പൊ പല ആയത്തുകളുടെയും അവസാനം ഈ വാ വന്നിട്ടുണ്ടാവും. ഈ വാ വന്നുകൊണ്ട് അൻതും തൻളുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കുന്നവരായിരിക്കെ. അൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിരിക്കെ. അഖീമുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. ആത്തു സക്കാത്ത, നമ്മൾ പഠിച്ചതാണ്. അക്കാമ നിലനിർത്തി. ആത്തു സക്കാത്ത, സക്കാത്ത് നൽകുക. വർക്കഉ മഅർ റാക്കിഈൻ, വർക്കഉ റുക്കൂ ചെയ്യുക. റക്കഅ യർക്കഉ, റക്കഅ യർക്കഉ കുനിഞ്ഞു റുക്കൂ ചെയ്തു. മഅർ റാക്കിഈൻ, റക്കഅ യർക്കഉവിന്റെ കർത്താവ് രൂപം റാക്കിഅ്, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂ ചെയ്യുകയും ചെയ്യുക. ഇതിൽ ഈ പറഞ്ഞത് ഒരു പേജിന്റെ പകുതിയാണ്. ഈ ഭാഗത്ത്
നമ്മൾ പഠിച്ച പദങ്ങൾ, നേരത്തെ പഠിച്ച പദങ്ങൾ രണ്ടിലധികം പദങ്ങൾ ചേർന്ന് വന്നത് തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. അത് തിരിഞ്ഞും മറിഞ്ഞും എങ്ങനെ വന്നാലും, ഉദാഹരണം ഉദ്കുറു നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും, ഇത്രയും നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ഉദ്കുറു നിഅമതി അല്ലത്തി അൻഅംതു, നിഅമത്ത് എന്ന വാക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നു, അതുകൊണ്ട് അതും പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ നിഅമത്ത് എന്ന വാക്കുന്നതാണ് പ്രസിദ്ധമായ ഒരു വാക്കാണ്. അപ്പൊ അത് അനുഗ്രഹം എന്നത് അത് നമ്മൾ പഠിച്ച തന്നെ കണക്കാക്കണം. അപ്പോ അത്രയും ഭാഗം ഉദ്കുറു നിഅമതി അല്ലത്തി അൻഅംതു ചേർത്ത് യാ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞാലും അതും ചേർത്ത് പറയാവുന്നതാണ്. അത് പ്രത്യേകം പഠിക്കേണ്ട പദമല്ല. അപ്പൊ യാ ബനി ഇസ്രായേൽ ഉദ്കുറു നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതേപോലെ ആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅക്കും വലാ തകുനു അവ്വല കാഫിരിൻ ബിഹി ഇത്രയും നമ്മൾ പഠിച്ചതാണ്. സദ്ദഖ സത്യപ്പെടുത്തി, മുസദ്ദിഖ് സത്യപ്പെടുത്തുന്നത് പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചതായിട്ട് പരിഗണിക്കണം. സദ്ദഖ സിദ്ദീഖ് സത്യപ്പെടുത്തുന്നവൻ. ലാ തശ്തറു ബിആയതി സമനൻ ഖലീലൻ വയ്യായ ഫത്തഖൂൻ ലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. ഇപ്പൊ വഅൻതും തഅലമൂൻ എന്താ അർത്ഥമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഞാനത് പറഞ്ഞു തന്നു. അൻതും പഠിച്ചിട്ടുണ്ട്, തഅലമൂൻ പഠിച്ചിട്ടുണ്ട്, വായും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വാ എന്താണ്? സന്ദർഭത്തെ സൂചിപ്പിക്കുന്ന വായാണ്. അങ്ങനെയുള്ള ആയത്തുകളുടെ അവസാനം ഇങ്ങനെ വരാറുണ്ട്. അതേപോലെ വഅഖീമു സ്വലാത്ത വആതു സക്കാത്ത വർക്കഉ മഅർ റാക്കിഈൻ ഇത്രയും പഠിച്ചു നമ്മൾ. അതിൽ റക്അ എന്ന വാക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും ഇപ്പോൾ അറിഞ്ഞതായിട്ട് പരിഗണിക്കണം. കാരണം എന്താണ്? റുക്കോ നമ്മൾ ചെയ്യാറുണ്ട്. റുക്കോ റക്അ കുനിഞ്ഞു, ഇർകഉ കുനിയുന്നു, റുക്കോ കുനിയൽ, ഇർകഉ നിങ്ങൾ കുനിയു, മഅർ റാക്കിഈൻ കുനിയുന്നവരോടൊപ്പം. ഒറ്റയ്ക്ക് നിസ്കരിക്കാനല്ല പറഞ്ഞത്. അപ്പൊ ഇതിന്റെ രണ്ടാം പകുതി കൂടി വായിച്ചു നോക്കണം. ഞാനത് നിങ്ങളുടെ സ്വന്തം പഠനത്തിലേക്ക് വിടുകയാണ്. ഈ പറഞ്ഞതിൽ നമ്മൾ പഠിച്ച വാക്കുകളുടെ എന്തെങ്കിലും അർത്ഥം തിരിയാതെ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇനി നാം പഠിച്ച ഈ സൂറത്തിന്റെ ഭാഗത്തെ കുറിച്ച് അല്പം വിശദീകരിക്കാനുണ്ട്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ ക്ഷമയുണ്ടെങ്കിൽ കേട്ടിരിക്കുക. ദീർഘിച്ചു പോകുന്നു എന്ന് തോന്നുന്നവർക്ക് ഈ രണ്ടും എന്താണ് നമ്മൾ അവസാനം വെച്ചിരുന്നത്, പേജ് വായിക്കുന്നതും അതേപോലെ അതിന്റെ വിശദീകരണവും ബോണസ് ആണ്. അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിച്ചുകൊള്ളണമെന്നില്ല, എന്നാലും ചില സംഗതികളൊക്കെ ചോദിക്കാവുന്നതാണ്. വിശദീകരണം ഇനി മുതൽ അങ്ങോട്ട് വിശദീകരണവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ മൊഡ്യൂൾ അനുസരിച്ചല്ല അത് വരുന്നത്. ഈ രണ്ട് സംഗതികൾ അതിന് പുറത്തുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അത് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. വിശദീകരണവും അതേപോലെ പേജ് വായനയും, ട്രയൽ പേജ് വായന. അപ്പൊ ഇവിടെ പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് പറഞ്ഞത് വളരെ ചിന്തോദ്ദീപകമായ സംഗതിയാണ് പറഞ്ഞത്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബൻ സുമ്മ ശഖഖനൽ അർള ശഖ്ഖൻ. നാം കോരിച്ചൊരിയുന്ന മഴ ചൊരിഞ്ഞു തന്നു. ഈ കോരിച്ചൊരിയുന്ന മഴ അള്ളാഹു ചൊരിഞ്ഞു തരുന്നു എന്ന് പറയും. അത് ഏത് സന്ദർഭത്തിലാണ്? അതായത് അതിന്റെ മറുഭാഗം ചിന്തിച്ചു നോക്കുക. അള്ളാഹു മഴ വർഷിക്കാതിരുന്നാൽ അങ്ങനെ മഴ വർഷിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഫല്ലൻദുൽ ഇൻസാനു ഇലാ തആമിഹി അന്നാ സബബ്നൽ മാഅ സബ്ബൻ. നാമല്ലയോ കോരിച്ചൊരിയുന്ന മഴ ചൊരിഞ്ഞു തന്നത്. ഇത് ഒന്നല്ല, പല സ്ഥലങ്ങളിലും ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഞാനിപ്പോ അതിന്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ വായിക്കുമ്പോൾ, ഖുർആൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. إن في خلق السماوات والأرض واختلاف الليل والفلك التي تجري في البحر بما ينفع الناس والسحاب المسخر بين السماء والأرض എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നാ സബബ്നൽ മാഅ സബ്ബൻ സുമ്മ ശഖഖനൽ അർള ശഖ്ഖൻ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ.
അപ്പോ അത് മൃതപ്രായമായ ഭൂമി ഊഷരമാവുകയും അങ്ങനെ ആ വിത്തുകൾ ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ ആ വിത്തുകൾ മുളച്ചു വരികയും ചെയ്യുന്നത് വളരെ ആശ്ചര്യകരമായി യുഅ്ജിബുൽ കുഫാറ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കർഷകനെ ആശ്ചര്യകരമായി തോന്നത്തക്ക രീതിയിൽ. അതാണ് അതിന്റെ ഒരു വശം. രണ്ടാമത്തെ വശം, അങ്ങനെ അള്ളാഹു ആകാശത്ത് നിന്നും കോരിച്ചൊരിയുന്ന മഴ വർഷിപ്പിച്ചു. ഈ കോരിച്ചൊരിയുന്ന മഴ വർഷിപ്പിച്ചു കഴിഞ്ഞപ്പോ മണ്ണ് പല തരത്തിലുള്ള മണ്ണായിരുന്നു. ഭൂമിയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള മണ്ണ്. ഇനി ഒരേ മണ്ണിൽ തന്നെ ഒരേ രീതിയിലുള്ള അപ്പൊ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത മണ്ണിൽ വ്യത്യസ്തമായ കൃഷികൾ അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു. കാർഷിക വിഭവങ്ങൾ അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു. വ്യത്യസ്തമായ മണ്ണിൽ വ്യത്യസ്തമായ രീതിയിൽ. അവിടെ വ്യത്യസ്തമായ കാലാവസ്ഥയും ഉണ്ടാകുന്നു. ഇനി ഒരേ മണ്ണിൽ തന്നെ ഒരേ രീതിയിലുള്ള കാലാവസ്ഥയുള്ള മണ്ണിൽ തന്നെ ഒരേ വെള്ളം വീണപ്പോൾ എന്തായി? അവിടെ അമ്പത്തിനാഫിഹ ഹബ്ബൻ, ധാന്യങ്ങൾ നാം മുളപ്പിച്ചു. ഇനബൻ, മുന്തിരി മുളപ്പിച്ചു. കദ്ബൻ, കദ്ബ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. പച്ചക്കറി എന്ന് പറഞ്ഞാൽ വെട്ടിയെടുക്കാവുന്ന തരത്തിലുള്ള, വീണ്ടും വെട്ടിയെടുത്താൽ വീണ്ടും മുളയ്ക്കുന്നതാണ് കദ്ബ് എന്ന് പറയുന്നത്. വസൈത്തൂനൻ വനഖ്ലൻ, ഒലിവും ഈത്തപ്പനയും ഇടതൂർന്ന തോട്ടങ്ങളും പഴങ്ങളും. നമ്മൾ കേരളത്തിലെ പഴങ്ങൾ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കി. കേരളത്തിൽ നമുക്ക് ലഭ്യമാകുന്ന പഴങ്ങൾ എത്ര ഇനത്തിലുള്ള പഴങ്ങളാണ്. ഇവിടെ വാഴപ്പഴം തന്നെ എടുത്തു നോക്കൂ. വാഴ എന്ന് നമ്മൾ പറയുന്ന ഇനത്തിലുള്ള പഴങ്ങൾ എടുത്തു നോക്കുക. എന്തെല്ലാം ഇനത്തിലുള്ള വാഴകളാണ് നമ്മുടെ കേരളത്തിലെ മണ്ണിൽ വിളയുന്നത്. അതിൽ അള്ളാഹു ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം എല്ലാം ഒരേ വെള്ളമാണ്. ഒരേ വെള്ളം, ഒരേ മണ്ണ്, പക്ഷേ വ്യത്യസ്ത രുചിയിലുള്ള പഴം. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഫാക്കിഹത്തൻ അബ്ബൻ, പുല്ലും മുളപ്പിച്ചു. നിങ്ങളുടെ കന്നുകാലികൾക്ക് മത്താലേക്ക് വരെ അനാമിക്കം എന്ന് പറഞ്ഞു, കന്നുകാലികൾക്ക് മെയ്യാൻ പറ്റുന്ന പുല്ലുകൾ. അവിടെയാണ് അള്ളാഹുവിന്റെ ആയ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്നത്. അള്ളാഹു ചില സ്ഥലങ്ങൾ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്ത നിറത്തിലുള്ള, വ്യത്യസ്ത രുചികളിലുള്ള. അപ്പൊ അത് അത്രയും അള്ളാഹു കൊടുത്തതിന് ശേഷവും പിന്നെ എന്ത് ചെയ്യുന്നു? മാ അക്ഫറ ഖുതിലൽ ഇൻസാൻ, മനുഷ്യന് നാശം. മാ അക്ഫറ, അവൻ എങ്ങനെയാണ് നന്ദി കെട്ടവനായത്? അവിടെയല്ല തുടങ്ങിയത്. മനുഷ്യൻ എങ്ങനെയാണ് നന്ദി കെട്ടവനായത്? അവിടെയാണ് തുടങ്ങിയത്. ഖുതിലൽ ഇൻസാൻ മാ അക്ഫറ മിൻ അയ്യി ഷൈഇൻ ഖലഖ എന്ന് മുതൽ തുടങ്ങിയിട്ടാണ് എവിടെ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്, എന്തിൽ നിന്നാണ് അവനെ സൃഷ്ടിച്ചത്, അവനെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന ആ കാര്യങ്ങളെല്ലാം പരാമർശിച്ചു. അത് കഴിഞ്ഞിട്ട് അവന് കൊടുക്കുന്ന ആഹാരത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. എന്തെല്ലാം ഇനത്തിൽപ്പെട്ട, എന്തെല്ലാം തരത്തിൽപ്പെട്ട ആഹാരം. അപ്പൊ അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ കൊടുത്ത അള്ളാഹുവിനോട് എങ്ങനെ നന്ദികേട് കാണിക്കാൻ പറ്റും? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗദർശനം പിന്തുടർന്ന് ജീവിച്ചുകൂടാ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ ആയത്തുകളെ കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിക്കണമെന്ന് തമ്പുരാനെ. വളർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാംക്രമിക രോഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده، سبحانك اللهم وبحمدك، نشهد أن لا إله إلا أنت، ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين، والسلام عليكم ورحمة الله تعالى وبركاته. അപ്പം നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഓൺ ചെയ്ത് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്.